നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു വൈറൽ താരമാണ്. അതായത് നമ്മുടെ ശിവഗിരിയിൽ ദൈവദശകം പാടി വൈറലായ അശ്വിയ അൻവർ അല്ലേ? ഈ അശ്വിയയുടെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അശ്വിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. അപ്പം തുടങ്ങാം. എന്താണ് പറഞ്ഞത് വിശേഷങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു ശിവഗിരിയിലോട്ട്? ആദ്യം അത് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ശിവഗിരിയിലോട്ടുള്ള വരവ്, അല്ലെങ്കിൽ അവിടെയോട്ടുള്ള ക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഞാന് വാപ്പിയുടെ ഫ്രണ്ടായിട്ടുള്ള സുനിലങ്ങളുടെ മോളുടെ കല്യാണത്തിനാണ് അത് പാടിയത്. ദൈവദശകം പാടിയത്. അങ്ങനെ പാടി അത് സുധീഷ് എന്ന് പറയുന്ന ഒരു അങ്കിള് കരുനാഗപ്പള്ളി.com എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ എടുത്തിട്ട് അത് വൈറലായി. പിന്നീട് എനിക്ക് നേരിട്ട് കാട്ടിലമ്പലത്തിൽ ക്ഷണം ലഭിച്ചു. അങ്ങനെ അവിടെ ഗസ്റ്റായിട്ട് വന്നിരുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും അതുപോലെ തന്നെ ശുഭാകാനന്ദ സ്വാമി, വർക്കല ശിവഗിരിയിലെ സ്വാമിയുമായിരുന്നു വന്നിരുന്നത്. സ്വാമി വന്ന് എനിക്ക് അവിടെ ആദരവുണ്ടായിരുന്നു, കാട്ടിലമ്പലത്തിൽ ആദരവുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിലമ്പലത്തിൽ ആദരവ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് ശുഭാകാനന്ദ സ്വാമിക്ക് പാട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നേരിട്ട് എന്നെ വർക്കല ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് അവിടെയും പാടി. അങ്ങനെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വൈറലായി. രണ്ട് പ്രാവശ്യം വൈറലായി, രണ്ട് തവണ വൈറലായി. അങ്ങനെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ ഒരുപാട് ആദരവുകളും അതുപോലെ തന്നെ ഒരുപാട് പേര് കാണാനൊക്കെ വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് എന്നെ തിരിച്ചറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഈ ദൈവദശകം പാടി ഇങ്ങനെ വൈറലായ സമയത്ത് ഇപ്പം റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ പൊതുവെ സമൂഹത്തിൽ നിന്നായാലും ശരി, കോളേജിലും ഒക്കെയുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ജാതി മതം അങ്ങനെ ഇല്ലാത്തൊരു ഇതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയത് തന്നെയായിരുന്നു. എല്ലാവരും നല്ല പോസിറ്റീവ് തന്നെ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേരെന്നെ ആശംസിച്ചു. ഇതിന് മുൻപ് അതായത് എങ്ങനെയായിരുന്നു? അതായത് മ്യൂസിക് എന്നുള്ള ഒരു, അതായത് അച്ഛനും ഒക്കെ ഒരു കലാകാരന്മാരാണ്, രണ്ട് അനിയന്മാരുണ്ട്. അപ്പം അവരൊക്കെ ഈ ഒരു ഇങ്ങനെ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് അറിഞ്ഞു. അപ്പൊ മോളുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം 2019 ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. പിന്നെ പയ്യാണ് പാട്ടിലേക്ക് വന്ന് പിന്നീട് കലോത്സവങ്ങളിൽ തുടർച്ചയായിട്ട് മാപ്പിളപ്പാട്ടിനും അതുപോലെ തന്നെ അങ്ങനെ പോയി സ്റ്റേറ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. പിന്നെ കേരളോത്സവത്തിൽ പോയി 3 വർഷമായിട്ട് വിന്നറാണ്. ഗാനമേള രംഗത്തും സ്റ്റേജ് ഷോസും എല്ലാം ചെയ്യാറുണ്ട്. കരിയറിൽ ഒരു ടേണിംഗ് ഉണ്ടായത് ശിവഗിരി അല്ലേ? അതെ അതെ, ശരിക്കും പറഞ്ഞു. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദൈവദശകം ഒന്ന്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പാദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളോടും നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായ
മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതു മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാ. ദീനവന പരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം സുഖം വാഴണം സുഖം. അടിപൊളി. കാരണം എനിക്ക് കുളിര് വരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ ദൈവദശകം ദൈവദശകം തന്നെ പഠിക്കാനും ആലപിക്കാനും ഒക്കെ തോന്നാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ? ഇത് വാപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇത് പഠിച്ച് നന്നായിട്ട് പാടണമെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവസരങ്ങളൊന്നും വരാതിരുന്ന സമയത്ത് പെട്ടെന്നൊരു അവസരം വന്നായിരുന്നു ഇങ്ങനെ കല്യാണത്തിന് പാടാൻ ആയിട്ട്. അപ്പൊ ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠിക്കണം പാടണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പാടി. അങ്ങനെയാണ് ആദ്യം അതിന്റെ തുടക്കം. പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നായിരുന്നല്ലോ ഇതിന്റെ സന്ദേശം തന്നെ. അതുപോലെ തന്നെ ഗുരുദേവന്റെ വചനങ്ങളും പ്രമുഖമായിരുന്നല്ലോ. അത് തന്നെയാണ് എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും അത് തന്നെയായിരുന്നു. പിന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ലേ. ഇതിനകത്ത് അതായത് ദൈവദശകത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട്. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കുന്ന സമയത്ത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് അർത്ഥം ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അങ്ങനെയാണ് അങ്ങനെ പഠിച്ചു വെച്ചു. പഠിച്ചു വെച്ചതിന് ശേഷം ഇത് പാടാനൊരു അവസരം കാത്തിരുന്നു. അതിനകത്തൊരു സർവമത പ്രാർത്ഥന കൂടിയാണ്. പിന്നെ ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണല്ലോ ഗുരുദേവൻ പറഞ്ഞത്. അത് ഗുരുദേവന്റെ വരികളാണ്. അതും എനിക്ക് കൂടുതൽ അതിലേക്ക് ആകർഷിക്കാൻ കാരണമായി. ശരിക്കും ഈ സിനിമ പർദ്ദ എന്ന് പറയുന്ന സിനിമയിൽ പാടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അതിലോട്ടുള്ള? അത് ഈ ശിവഗിരിക്ക് മുന്നേ അല്ലേ? ശിവഗിരിക്ക് മുന്നേ ആയിരുന്നു. അത് രാജു അമ്പരൻ സാർ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. പുള്ളിക്കാരൻ ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ അനിൽ ഗോപാലൻ സാറ് ആയിരുന്നു അതിന്റെ മ്യൂസിക്. ഡോക്ടർ സുഗീഷങ്ങളായിരുന്നു ലിറിക്സ്. അങ്ങനെ വിളിച്ചു, അങ്ങനെ പോയി പാടി. അതായിരുന്നു തുടക്കം. അതെ. അപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിലിമിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു ചെറിയ റോൾ കൂടെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അതില് റോളുണ്ട്. അപ്പൊ അഭിനയ രംഗത്തോട്ടും ചെറുതായിട്ട് കാല് വെക്കുന്നു. ഓക്കെ. അപ്പം ഇനി പുതിയ ഓഫറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ ശിവഗിരിക്ക് ശേഷം വീഡിയോസ് വൈറലായതിനു ശേഷം കൂടുതൽ ഓഫേഴ്സ് വരാറുണ്ടോ? വരാറുണ്ട്. അതായത് ഇപ്പോ UK വിളിച്ചു. അതുപോലെ തന്നെ ഇപ്പം ഉടനെ ഞാൻ 4-ാം തീയതി സൗദിക്ക് പോവാണ്. അങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി തന്നെ. അങ്ങനെ ഇതിന് ശിവഗിരിക്ക് ശേഷം തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാംസും കൂടുതൽ വേദികൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വേദികൾ കിട്ടുന്നുമുണ്ട്.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ബിസിയാണല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എപ്പോൾ വിളിച്ചാലും പ്രോഗ്രാം ഉണ്ട്, ഒരു ദിവസം 2-3 പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ്. അത് ശരിക്കും ഈ ശിവഗിരിയിലെ ഈ ഒരു അവസരത്തിന് ശേഷമാണല്ലേ ഇങ്ങനെ കൂടുതലും ആണ്. അതുപോലെ തന്നെ ആദരവുകൾ കൂടുതൽ കിട്ടാനും തുടങ്ങിയതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയായിരുന്നു. അപ്പം എങ്ങനെയാണ് കോളേജിലൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ്? കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും നല്ല സന്തോഷമാണ്. എല്ലാവരും എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മളെ കാണുമ്പോഴായാലും ഒരു പ്രത്യേക സ്നേഹമൊക്കെയാണ്. ഇപ്പൊ എത്ര വയസ്സ് മുതൽ പാട്ട് പഠിക്കുന്നുണ്ട് ഇപ്പം? ഞാന് അങ്ങനെ വലുതായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞ. എന്നാല് കൊച്ചിലെ ഒന്ന് ഇടയ്ക്ക് വെച്ചിട്ട് പഠിക്കാൻ പോയായിരുന്നു. പക്ഷെ അതെന്തോ കുറച്ച് മാസങ്ങൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. ജയമോൾ കോട്ടയം എന്ന് പറയുന്ന ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ടീച്ചറിന് വേറെ ജോലി സ്കൂളിൽ കിട്ടിയപ്പോഴത്തേക്ക് അതങ്ങനെ സ്റ്റോപ്പായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് ശരിക്കും പാട്ട്. ഞാൻ സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജ് ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്, BA മ്യൂസിക്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് പാട്ട് അഗാധമായിട്ട് പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയില്ല കേട്ടോ, പാട്ട് കേട്ടാ അങ്ങനെ പറയില്ല. ഓക്കെ, അപ്പം ആരാണ് സപ്പോർട്ട് കൂടുതൽ വീട്ടില്? ഉപ്പയാണോ ഉമ്മയാണോ? രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ നിലയിൽ നിൽക്കുന്നതായാലും ഞാൻ ഇത്ര നന്നായിട്ട് പാടുന്നതായാലും എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഉമ്മയും അപ്പയും തന്നെയാണ്. ഇപ്പൊ ഈ പാട്ടായാലും ഞാന് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ജാതി മതം നോക്കി അടി ഉണ്ടാക്കുന്ന സമയല്ലേ. അപ്പോ അതിനെ ആയാലും എൻ്റെ വീട്ടുകാര് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മോളത് പാടണം. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഈ പുറത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്. അതായത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ആ ഒരു സമയത്ത് പക്ഷെ എനിക്ക് എൻ്റെ വീട്ടുകാര് മുഴുവൻ സപ്പോർട്ടും തന്നേക്കുവാണ്. അങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കരുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനും പാടാനും ഒക്കെ.